ഹായ് ഓഡാലിയ കളക്ഷൻസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അഞ്ജു. നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ ഉള്ളിൽ സപ്ലൈക്കോടെ തൊട്ടടുത്തുള്ള ബിൽഡിംഗിലാണ് കേട്ടോ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ഒരു പാർട്ടി വെയർ ആയിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ജോർജറ്റിൽ വരുന്ന ചുരിദാർ മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് ആണ്. നമുക്ക് വീഡിയോയിലേക്ക് നമ്മുടെ ഫസ്റ്റ് സെറ്റ് വരുന്നത് ഇതാണ് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ പെട്ടെന്ന് ഒരു ഇഷ്ടം തോന്നുന്ന ഒരു കളറും കൂടിയാണ്. ഒരു പീച്ച് ഓറഞ്ച് കളറാണ് വരുന്നത്. നല്ല രസമുള്ള ഒരു കളർ ഷെയ്ഡ്, ഭയങ്കര ഒരു ബ്രൈറ്റ്നസ് ആയിരുന്നു, നല്ല ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡാണ് വരുന്നത്. ഫുൾ ഇത് ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത്. ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ് ആയിട്ടും ഹെവി ആയിട്ടുള്ള ഒരു വർക്ക്, ഷിഫ്ലി വർക്ക് ആണ് വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്കാറ്റേർഡ് ആയിട്ട് നല്ല ഹെവി ആയിട്ട് തന്നെ സ്വീക്വൻസസും ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല രസമായിട്ടുള്ള ഒരു വർക്കാണ് കേട്ടോ. സൈഡിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ഒരു പാറ്റേണും സെന്ററിലേക്ക് കുറച്ചുകൂടെ തിക്കായിട്ടുള്ള ഒരു പാറ്റേണാണ് വരുന്നത്. ലാസ്റ്റ് താഴെ വരെ വളരെ തിക്കായിട്ട് സ്വീക്വൻസ് വർക്കോട് കൂടി തന്നെ ഹെവി ആയിട്ട് തന്നെ വരുന്നു. എൻഡിലേക്ക് വരുമ്പോൾ ചെറിയൊരു പടി കൊടുത്തിട്ട് അവിടെയും ഹെവി വർക്ക് കൊടുക്കുന്നു. അതുപോലെ തന്നെ സ്വീക്വൻസ് വർക്ക് വരുന്നു. അതുപോലെ തന്നെ സ്കാലപ്പ് ചെയ്ത് ഫിനിഷ് ചെയ്ത ബോർഡേഴ്സ് ആണ് വരുന്നത്. ഇതാണ് ടോപ്പ് വരുന്നത്. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് തന്നെ വരുന്നത്. വളരെ ഹെവി ആയിട്ട് വരുന്ന ഒരു സെറ്റ് തന്നെയാണ് കേട്ടോ. ജോർജറ്റിലാണ് മെറ്റീരിയൽ വരുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഹാൻഡ് വാഷ് ഒക്കെ ചെയ്യുന്നതിന് കുഴപ്പമില്ലാത്തൊരു മെറ്റീരിയലും കൂടിയാണ്. അതുപോലെ ടോപ്പ് ലെങ്ത് വരുന്നത് ഒരു 51 വരുന്നുണ്ട്. ടോപ്പിന് ലെങ്ത് വരുന്നുണ്ട്. പിന്നെ ഷോളാണ് ഏറ്റവും ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഷോളാണ്. ഭയങ്കര ഫാൻസി ആയിട്ടുള്ള ഒരു ഷോള്. ഇതാണ് ഷോൾ വരുന്നത്. ഷോളിന്റെ മെറ്റീരിയൽ വരുന്നത് ജോർജറ്റ് തന്നെയാണ്. ഭയങ്കര ഹെവി ആയിട്ടുള്ളത്. ഒരു ത്രെഡിന്റെ ഒരു പ്രത്യേക സൈസ് ഒരു പാറ്റേൺ ആണ്. ഇങ്ങനെ ത്രെഡിന്റെ അതൊരു നമുക്ക് ആ ഒരു ബ്രാസോലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഒരു പാറ്റേൺ വന്നിട്ട് അതിന്റെ ഉള്ളിൽ മിറേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. മിറേഴ്സ് എന്ന് പറയുന്നത് സ്വീക്വൻസ് അല്ല, ഒറിജിനൽ മിറേഴ്സ് തന്നെയാണ്. അതുകൊണ്ടാണ് ഇത്രയും ഹെവി ഫീൽ നമുക്ക് തോന്നുന്നത് തന്നെ. നല്ല രസമുള്ള ദുപ്പട്ട. ഇതൊക്കെ ഒരെണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് ഈവൻ ഒരു ബ്ലാക്ക് കളർ ചുരിദാർ സെറ്റോ കുർത്തിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിന്റെ കൂടെ ജസ്റ്റ് ഈ ഒരു ഷെയ്ഡ് ആണെങ്കിലും അതെ നല്ല രസമായി അതൊന്ന് പെയർ ചെയ്ത് അല്ല വൺ സൈഡ് ഒക്കെ ഇട്ടൊരു പാർട്ടി വെയർ ആക്കാൻ വേറെ ഒന്നും വേണ്ട. അത്രയും നല്ലൊരു ഷോളാണ് വരുന്നത്. നമുക്ക് ഇത് സൂക്ഷിച്ച് വെച്ചാൽ പലതരം സെറ്റിനും നമുക്ക് അതിനോട് പെയർ ചെയ്യാനായിട്ട് പറ്റും. സൈഡ്സ് എല്ലാം ചെറിയൊരു ലേസ് വെച്ചിട്ട് അതൊന്ന് ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വളരെ ചെറുതായിട്ട് സിമ്പിൾ ആയിട്ടൊരു ലേസ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഷോള് വരുന്നത്. ഷോളിന്റെ ലെങ്ത് വരുന്നത് 2.3 ആണ് കേട്ടോ. 2.30 വരും ഷോളിന്റെ ലെങ്ത് വരുന്നത്. ബോട്ടം ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ്. വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് വരുന്നത്. ഞാൻ ഇതിനകത്ത് അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. ജോർജറ്റ് ഫാബ്രിക് തന്നെയാണ് വരുന്നത്. സെറ്റിന്റെ പ്രൈസ് വരുന്നത് 1020 ആണ്. 1020 ആണ് പ്രൈസ് വരുന്നത്. നമുക്ക് 4 ഷെയ്ഡ്സ് ആണ് ഇതിന്റെ അവൈലബിൾ ആയിട്ടുള്ളത്. ഓരോന്ന് നോക്കാം. അടുത്ത ഷെയ്ഡ് വരുന്ന ഒരു ഡാർക്ക് ചിക്കു ഷെയ്ഡിലേക്കാണ് കേട്ടോ. ഞാനിത് എൻഡ് ഭാഗം മേലേക്കാണ് വെച്ചേക്കുന്നത്. ഇത് താഴേക്ക് വരുന്ന ഭാഗമാണ് വെച്ചേക്കുന്നത്. നിങ്ങൾ ക്ലിയർ ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതുകൊണ്ടോ എൻഡിലേക്ക് വരുമ്പോൾ ഇതുപോലെ ചെറിയൊരു പടി കൊടുത്തിട്ട് സ്കാലപ്പും കൂടി ചെയ്തിട്ട് ഫിനിഷ് ചെയ്ത് എൻഡിങ് ആണ് വരുന്നത്. ഇതുപോലെ ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ് ആയിട്ടും ഹെവി ആയിട്ടുള്ള ഒരു വർക്ക്, ഷിഫ്ലി വർക്ക് പോകുന്നുണ്ട്. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. ബോട്ടം ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ്. സെയിം ടോണിലേക്ക് തന്നെയാണ് കേട്ടോ പോകുന്നത്. ഇങ്ങനെ വരുന്നു. ഷോള് വരുന്നത് ഹെവി ആയിട്ട് ആ ഒരു മിറർ വർക്ക് ആഡ് ചെയ്തേക്കുന്ന ഷോള് തന്നെയാണ് വരുന്നത്. ഇതാ ഇങ്ങനെ വരും. ഒറിജിനൽ മിറേഴ്സ് തന്നെയാണ് കേട്ടോ ആഡ് ചെയ്തേക്കുന്നത്. നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ് കേട്ടോ. ഇതാ ഇങ്ങനെ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. നമുക്ക് അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്ന നല്ലൊരു ലൈലാക്ക് പിങ്ക് ആണ് ഷെയ്ഡ് വരുന്നത് കേട്ടോ. നല്ല രസമുള്ളൊരു കളർ ഷെയ്ഡാണ്. ഇതാ ഇങ്ങനെ വരുന്നു. ഇത് എൻഡിലേക്ക് വരുന്ന ഭാഗമാണ് കേട്ടോ. സ്കാലപ്പ് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ബോട്ടം ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ്. നല്ല ഹെവി ആയിട്ട് തന്നെയാണ് ഫ്രണ്ട് പോർഷൻ വരുന്നത്. ഇങ്ങനെ ഷോള് വരുന്നത് ഇതുപോലെ. ഇതൊക്കെ നമുക്കൊരു പ്ലെയിൻ സെറ്റിന്റെ കൂടെ പെയർ ചെയ്താൽ എന്ത് രസമായിരിക്കും എന്നറിയാമോ. ശരിക്കും ഒരു അസറ്റ് തന്നെയാണ് ഈ ഷോൾ എന്ന് പറയുന്നത്. നമുക്ക് ഒരു പാർട്ടി വെയർ ആയിട്ട് സെറ്റ് ചെയ്യാൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു സെറ്റ് ആണെങ്കിലും നമുക്ക് ഈ ഷോൾ ഇടുമ്പോൾ അതൊരു പാർട്ടി വെയർ സെറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെ നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡുമാണ്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്ന ഒരു ഡാർക്ക് ചോക്ലേറ്റ് ഷെയ്ഡിലേക്കാണ് വരുന്നത്. ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. വളരെ ഹെവി ആയിട്ട് തന്നെ ആ ഒരു വർക്ക് വരുന്നുണ്ട്. ബാക്ക് സൈഡ് പ്ലെയിൻ ആണ്. ബോട്ടം ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ്. സെയിം ടോണിലേക്ക് തന്നെ പോകുന്നു. ഇങ്ങനെ ഷോള് വരുന്നത് ഇതുപോലെ. ഇതാണ് ഷോള് വരുന്നത്. എല്ലാം നല്ല നല്ല ഭംഗിയുള്ള ഷോളുകളാണ് കേട്ടോ. നമുക്ക് അടുത്തത് നോക്കാം. നെക്സ്റ്റ് നമ്മൾ കാണുന്ന ഒരു ലൈറ്റ് പീച്ച് കളറാണ് വരുന്നത്. അതിനകത്തും ഹെവി ആയിട്ട് തന്നെ ഇതുപോലെ ത്രെഡിന്റെ എംബ്രോയിഡറി വർക്ക് വരുന്നു. ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ടും ലാസ്റ്റിലേക്ക് വരുമ്പോൾ ഒരു പടി കൊടുത്തിട്ട് നല്ല ഭംഗിയായിട്ടുള്ള ഒരു എംബ്രോയിഡറി വർക്ക് അതിനകത്തും വരുന്നുണ്ട്. ഹെവി ആയിട്ട് തന്നെ ഫ്രണ്ട് കംപ്ലീറ്റ് ഇതുപോലെ ത്രെഡിന്റെ ഒരു ഷിഫ്ലി വർക്ക് തന്നെയാണ് കേട്ടോ വരുന്നത്. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് തന്നെ വരുന്നു. ബോട്ടം ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ്. സെയിം ടോണിലേക്ക് തന്നെ. ഇതിന്റെ ഷോള് വരുന്നത് സിമ്പിൾ ഷോളാണ് കേട്ടോ. നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളത് തന്നെയാണിത്. സിമ്പിൾ ആയിട്ടുള്ള ജോർജറ്റിന്റെ തന്നെ മെറ്റീരിയലിൽ ഇതുപോലെ ഹെവി ആയിട്ടുള്ള ഒരു വർക്ക് ചെയ്ത്, ഇത് മിറർ വർക്ക് വരുന്നില്ല, ത്രെഡിന്റെ തന്നെ എംബ്രോയിഡറി വർക്ക് ചെയ്ത് ബോർഡേഴ്സ് ഒക്കെ നല്ല ഭംഗിയായിട്ട് ഫിനിഷ് ചെയ്ത ബോർഡറും നല്ല ഹെവി ആയിട്ടുള്ള എംബ്രോയിഡറി വർക്ക് ഇതിനകത്തും വരുന്നുണ്ട്.
നല്ല ഭംഗിയായിട്ടുള്ള ഷോളാണ് കേട്ടോ വരുന്നത്. മിറർ വർക്ക് അല്ലെന്ന് മാത്രമേ ഉള്ളൂ. ഇതിന്റെ പ്രൈസ് വരുന്നത് 895 നമുക്ക് ഒരു ഷെയ്ഡും കൂടി ഉണ്ട്, നോക്കാം. നെക്സ്റ്റ് വരുന്ന ഒരു ക്രീം ഷെയ്ഡ് അല്ലെങ്കിൽ ഒരു വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ചിക്കു ഷെയ്ഡ് എന്ന് പറയുന്നത് നമുക്ക് പറയാം. ആ ഒരു ഷെയ്ഡിലേക്കാണ് കേട്ടോ വരുന്ന. ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ്. എൻഡിലേക്ക് വരുമ്പോൾ ഇതുപോലെ ചെറിയൊരു പടി കൊടുത്തിട്ട് അവിടെ എല്ലാം നല്ല ഭംഗിയായിട്ടുള്ള ആ ഒരു ത്രെഡിന്റെ എംബ്രോയിഡറി വർക്ക് പോകുന്നുണ്ട്. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. ബോട്ടം ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ്. സെയിം ടോണിലേക്ക് തന്നെയാണ് കേട്ടോ വരുന്നത്. നല്ല രസമായിട്ടുള്ള ഒരു സെറ്റ് തന്നെയാണ്. ഷോള് വരുന്നത് ഇതുപോലെ ഇങ്ങനെ ഹെവി ആയിട്ട് തന്നെയുള്ള ആ ഒരു എംബ്രോയിഡറി വർക്കും അതിന്റെ സ്വീക്വൻസ് വർക്കും പോകുന്നുണ്ട്. ഇങ്ങനെയാണ് വരുന്നത്. 895 ഇതിന്റെയും പ്രൈസ് വരുന്നത്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത്. നമ്മുടെ ഇന്നത്തെ ചുരിദാർ മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും സ്ക്രീനിൽ 3 നമ്പേഴ്സ് അവൈലബിൾ ആണ്. ഇതിൽ ഏതെങ്കിലും നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യാം. ഈ സ്ക്രീൻഷോട്ട് എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നമുക്ക് ഒരു കോഡ് നമ്പർ എല്ലാത്തിലും എഴുതുന്നുണ്ട്. DC സ്റ്റാർട്ട് ചെയ്യുന്ന ചുരിദാറിനാണെങ്കിൽ DC സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പർ ഉണ്ടാവും. ആ നമ്പർ ഒന്ന് വാട്സ്ആപ്പ് ചെയ്താലും മതി കേട്ടോ. അതുപോലെ വെബ്സൈറ്റിൽ പറ്റുന്നവർക്കെല്ലാം വെബ്സൈറ്റിൽ കയറിയിട്ട് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാം. ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയാവാട്ടെ. എന്തെങ്കിലും ലൊക്കേഷനിൽ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. ദാലിയ കളക്ഷൻസിന്റെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.